നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുകയും ചെയ്യും. എന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് പ്രണവായിരിക്കുകയും ചെയ്യും. ശിവാനി, വേണ്ട. ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പുതുമണവാളുടെ മണവാട്ടി എന്താ ഇങ്ങനെ ടെൻഷനിലിരിക്കുന്നത്? ഹാപ്പി ആയിട്ടിരിക്കുന്നേ. ഇനി ഒരു അരമണിക്കൂറിനകം ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടവരാ നിങ്ങള്. സന്തോഷമായിട്ടിരിക്കുന്നേ. പിന്നല്ലാതെ. ആരെയാ വിളിക്കുന്നേ? വസന്തരേന്റെ ഒന്ന് വിളിക്കാന്ന് കരുതി. ആ, ശിവാനി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന അതോടെ നിധി അങ്ങ് പുറത്താകുമെന്നാണോ? ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല വസു. അത് അമ്മയോട് മര്യാദക്ക് ഞാൻ പറയുക, ആ കല്യാണം നിർത്താൻ പറ്റൂല്ലോ. നാളെ ശിവാനിയുടെ കഴുത്തിൽ പ്രണവ് താലി കെട്ടിയാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മകനല്ല. ശിവാനി, പറയൂ, എവിടം വരെ എത്തി നിങ്ങള്? ഞങ്ങള് വന്നോണ്ടിരിക്കുക ആന്റി. ആ, ഞാനിപ്പോ അമ്പലത്തിലെത്തും. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ശിവാനി? ആന്റി, എനിക്കൊരു പേടി. ആ ഗൗതവും നിധിയും ഞങ്ങളുടെ കല്യാണം മുടക്കാനായിട്ട് അമ്പലത്തിലേക്ക് വരുമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ശിവാനി ടെൻഷൻ ആവണ്ട. ഇനിയിപ്പോ നമ്മള് തന്നെ നിധിയെ വിളിച്ച് നീ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ പോലും നിധിക്കോ ഗൗതമനോ വരാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? കല്യാണം എവിടെ വെച്ചാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഗൗതമും നിധിയും എന്റെ കാറിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. തന്ത്രപൂർവം ഞാൻ അവരെ വേറൊരു സ്ഥലത്തെത്തിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? സത്യമാണോ ആന്റി? ഇനി ആ മുറിയിൽ നിന്നും നിധിയും ഗൗതമും പുറത്തിറങ്ങണമെങ്കിൽ സാക്ഷാൽ ദൈവം തമ്പുരാനായിട്ട് ആരെങ്കിലും അവിടെ എത്തിച്ച് കതക് തുറന്നു കൊടുക്കണം. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവാതെ വേഗം അമ്പലത്തിലേക്ക് എത്താൻ നോക്ക്. മുഹൂർത്തത്തിന് തന്നെ വിവാഹം നടത്തണം. ആ, ശരി. ശരി. എന്താ ആന്റി എന്ന് പറഞ്ഞ? സന്തോഷമാണല്ലോ മോത്. വസന്തരാന്റി ഗൗതമനെ നിധി ഏതോ മുറിയിലിട്ട് പൂട്ടി. ആഹാ, ഇനി അവര് തലകുത്തി മറിഞ്ഞാലും നമ്മുടെ വിവാഹം മുടക്കാൻ അവർക്ക് വരാൻ പറ്റില്ല. അതാണ് വസുന്ധര. വല്ലാത്ത ബുദ്ധിയാണ്.